ഇയാളെവിടെ പോയി സെക്യൂരിറ്റി ചേട്ടൻ? അതുകൊണ്ട് പോകുന്നു. എന്തോന്ന് നോക്കട്ടെ. ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാ. എന്തോ ഇത് ഹെയർ ഡൈ. എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നത്? 6 വർഷമായിട്ട് ഉപയോഗിക്കും. പൊന്ന് ചേട്ടാ, ഇതെന്താ ഇത് ഉപയോഗിച്ചൂടെന്ന് അറിഞ്ഞൂടെ? അറിയില്ല. പിന്നെ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയുണ്ടോ? ഇല്ല. എത്ര കാലമായിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കാഴ്ചയില്ലെന്ന്? എന്താണെന്നറിയാവോ കാഴ്ചയില്ലാത്തത്? ആ, നിങ്ങളുടെ ഇതാണ് പ്രശ്നം. നമ്മൾ ഈ പറയുന്ന സാധാരണ എല്ലാവർക്കും വീട്ടിൽ ഉപയോഗിക്കാൻ കിട്ടുന്ന ഹെയർ കളേഴ്സോ അല്ലെ ഹെയർ ഡൈ എന്ന് പറയുന്നത് അതിനകത്ത് PPDയുടെ അളവ് വളരെ കൂടുതലാണ്. ഈ PPD എന്ന് പറയുന്നത് നമ്മൾ ഈ ഡൈ ഉപയോഗിച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ യൂറിൻ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കിഡ്നിയിൽ പോലും, അതായത് ആ യൂറിനിൽ പോലും ഈ PPDയുടെ അളവ് കാണും, കണ്ടന്റ് കാണും നമുക്ക്. അപ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇന്റർനാഷണൽ ബ്രാൻഡ്സിന് എപ്പോഴും 2% താഴെയാണ് PPDയുടെ അളവ്. ഒരിക്കലും സൈഡ് എഫക്റ്റ് ഉണ്ടാവത്തില്ല. നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടില്ലേ, ഒരു വലിയ മാധ്യമ വാർത്തകളൊക്കെ അറിഞ്ഞ് കാണുമല്ലോ, നമുക്ക് ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടല്ലേ, ഹെയർ കളർ ഉപയോഗിച്ചിട്ട് കിഡ്നിക്ക് പ്രശ്നം വന്നത്, പ്രോബ്ലം വന്നത്. ഇതുപോലുള്ള ഹെയർ നമ്മൾ അറിയാൻ വയ്യാതെ തിരിച്ചറിവില്ലാതെ മേടിക്കുന്ന ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടാണ്. ഒരു കമ്പനിയോടും ഞാൻ എടുത്ത് പറയത്തില്ല, ഒരു കമ്പനിയല്ല, ഇത് തിരിച്ചറിവുണ്ടാകുക. ഇതിപ്പോ ചേട്ടന്റെ മാത്രം കാര്യമല്ല, ഒരുപാട് പേർക്ക് ഈ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോ അമ്മ ഇവിടെ പറഞ്ഞു തന്നത്. സോ ആരും ഡൈ ഉപയോഗിക്കാൻ പാടില്ല. ഹെയർ കളർ പക്ഷേ ഉപയോഗിക്കാം കേട്ടോ. ഇന്റർനാഷണൽ ബ്രാൻഡ്സ് PPD below 2% ഉള്ളത് എല്ലാവർക്കും എപ്പോൾ വേണേലും ഉപയോഗിക്കാം. ഇത് പ്രൊമോഷൻ അല്ല, ഇതൊരു റിയാലിറ്റിയാണ്.